അച്ഛനകത്തുണ്ട്, മയക്കത്തില്ല. ചെല്ല്. കുട്ടി മാത്രം പോയാ മതി. അധികാരം അകത്തേക്ക് വരണ്ടെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അല്ല, ഒന്ന് കണ്ടു. നിങ്ങളോടല്ലേ പറഞ്ഞത്? എന്റെ അച്ഛൻ എവിടെ? അച്ഛനോ? ഏതച്ഛൻ? ഈ പേടിക്കണ്ട കുട്ടിയെ, ഞമ്മളൊക്കെ എന്റെ അച്ഛനെ പോലുള്ള മനുഷ്യന്മാരാ. വാമോ, ഇതാരും അറിയാൻ പോണില്ല. പറയുന്നതനുസരിക്കുന്നതാ നിനക്ക് നല്ലത്. അന്റെ മേത്ത് ഞമ്മൾ കൈവച്ചിട്ടേ ഉള്ളൂ. അതിന് ഈ ഞമ്മടെ മേത്ത് ചെരുപ്പോണ്ട് വെച്ച് അത് ഞമ്മള് മറക്കൂല മോളെ. അല്ല, എന്തോ ഒരു കോളുണ്ടല്ലോ, പ്രോട്ടോകോൾ. അത് തെറ്റിക്കണ്ട. ആദ്യം മന്ത്രി, പിന്നെ കമ്മീഷണർ, ഒടുക്കൻ ഞമ്മ. എന്ത് പറ്റി മോളെ? എന്താ ഇവിടെ നടന്നൊന്നും നീ കണ്ടിട്ടില്ല, നീ ഒന്നും അറിഞ്ഞിട്ടില്ല. മനസ്സിലായോടാ? മോളെ, എന്ത് പറ്റി മോളെ? നിനക്ക് സുഖമില്ലേ? സമസ്തകർമാർപ്പണം ഭവതി കരോമി ഞാൻ സമസ്തമപരാധം ക്ഷമസ്വജകൽപദേ ജനന മരണ ദുഃഖാപഹം ജഗന്നാഥം ദിനനായക കോടി സദൃശ്യപ്രഭം രാമം സരസാരസയുഗസുദർശനശരശാപം കരുണാകരം കാളജലദാഭാസം രാമം കനകരുചിരദിവ്യാംബരം രമാവാരം കനകോജ്വലരത്നകുണ്ഡലാഞ്ജിതഗന്ധം കമലദളലോല വിമല വിലോചനം കമലോത്ഭവനദം മനസാ രാമമീഢേ പുരതസ്ഥിതം സാക്ഷാധീശ്വരം രഘുനാഥം പുരുഷോത്തമം കൂപ്പി സ്തുതിച്ചാൽ ഭക്തിയോടെ ലോകേശാത്മജയാകുമഹല്യദാനം പിന്നെ ലോകേശ്വരനാനുജ്ഞയാ പോയിതു പവിത്രയായി ഗൗതമമനയായ തന്റെ പതിയെ പ്രാപിച്ചുടനാദിയും തീർത്തു വസിച്ചീടിനാള. നിനക്ക് കാണണ്ടേ? നീ വരാൻ വേണ്ടി കാത്തിരുന്നതാ. മോളെ, വാതിൽ തുറക്ക്. മോളെ, വാതിൽ തുറക്ക്. വേണ്ട, തുറക്ക് മോളെ. വേണ്ടെന്ന് പറഞ്ഞില്ലേ?
എന്താ ഇങ്ങോട്ട് വേണം. അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ. എവിടേക്കാ കൊണ്ടുപോകണ്ടേ? അയ്യോ അയ്യോ. ഒന്നും മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയില്ല രാവണിക്ക്, അല്ലേ? നല്ല മനസ്സിന്റെ ലക്ഷണമാണത്. പക്ഷെ വേറൊരു കുഴപ്പമുണ്ട്. ഇത്തരം നല്ല ആൾക്കാർക്ക് ഭൂമിയിൽ അധികകാലം ജീവിക്കാൻ കഴിയില്ല. അല്ല, അതിപ്പോ തന്നെ രാവണിക്ക് ബോധ്യാവും. ഇവരൊക്കെ ആരാന്ന് എനിക്ക് മനസ്സിലായ? ഇത് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ദിവാകരൻ സാർ, അത് സിറ്റി പോലീസ് കമ്മീഷണർ ഭദ്രൻ സാർ, പിന്നെ നമ്മൾ തറാം. ഇവർക്കൊക്കെ നഷ്ടമാവുന്നത് എന്താണെന്ന് എനിക്കറിയോ? അവരുടെ സ്ഥാനവും മാനവും. തന്നോട് ഞാൻ അന്നേ പറഞ്ഞതാ, നമ്മുടെ രഹസ്യം പുറത്തറിഞ്ഞാൽ ഭവിഷ്യത്ത് ഭയങ്കരമായിരിക്കുമെന്ന്. പിന്നെ ഞങ്ങളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുന്നതും മറ്റൊരു തെറ്റുകൊണ്ടാ. അതാ ഞങ്ങള്. പിന്നെ ഇതല്പം മുമ്പ് താൻ എഴുതിയ കഥ ഇതൊന്ന് വായിക്കണോ കാതറെ? അല്ലെങ്കിൽ വേണ്ട, തനിക്ക് വായിക്കാൻ അറിയോ? ഇങ്ങതാ, ഞാൻ വായിക്കാം. എന്റെ കടങ്ങൾ എനിക്ക് താങ്ങാവുന്നതിനപ്പുറം എനിക്ക് ജീവിതം മടുത്തു. എന്റെ മരണത്തിൽ ആർക്കും പങ്കില്ല. നാളെ നേരം പുലരുമ്പോ നിന്റെ ശവം ഉണ്ടാവും. ദേ അവിടെ. താങ്ങാനാവാത്ത കടം കൊണ്ട് രാവുണ്ണി ആത്മഹത്യ ചെയ്തെന്ന് ജനം പറഞ്ഞോളൂ. ഇത് ഞങ്ങളുടെയൊക്കെ ഭാവിയുടെയും നിലനിൽപ്പിന്റെയും ഏലസായി ദാ ഇവിടെ ഇരിക്കട്ടെ. താൻ ചാടുന്നോ അതോ ഞങ്ങൾ ചാടിക്കണോ? വേണ്ട സാർ, ദൈവത്തെ ഓർത്തെന്നെ കൊല്ലരുത്. എനിക്ക് 2 ചെറിയ കുട്ടികളാണ് സാറുമാരെ. ഞാൻ പോയാ എന്റെ കുട്ടികൾ അനാഥരാവും. പൊതുമരാമത്ത് മന്ത്രി ദിവാകരനും സിറ്റി പോലീസ് കമ്മീഷണർ ഭദ്രനും കോൺട്രാക്ടർ കാദർ കോയയും. പരാതിക്കാരന്റെ ഭാഷയിൽ തന്റെ ഇളയ മകൾ അനിതയെ അതിക്രൂരവും മൃഗീയവും പൈശാചികവുമായ രീതിയിൽ ബലാത്സംഗം ചെയ്തിരിക്കുന്നു. അത് താങ്ങാനാവാതെ മനം നൊന്ത് അവൾ ജീവനൊടുക്കി. അതിനു സാക്ഷിയായ രാവുണ്ണി എന്ന പാവം കച്ചവടക്കാരനെ ആത്മഹത്യ എന്ന വ്യാജേന മൂവർ സംഘം കൊല ചെയ്തിരിക്കുന്നു. കൊള്ളാം, വളരെ മനോഹരമായിട്ടുണ്ട്. എന്തൊരു ഭാഷ, എന്തൊരു പ്രസന്റേഷൻ! ആഹാ, ഒരു ബോക്സ് ഓഫീസ് സിനിമയ്ക്ക് പറ്റിയ ഒന്നാന്തര എലമെന്റ്. ഇടക്കളവ, താനും തന്റെ മോളും കൂടി ഇത് എന്തിനുള്ള പുറപ്പാടാ? താനൊക്കെ എന്ത് പോക്കിർത്തരമാണോ ഇതിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്? ഈ ഒരൊറ്റ പരാതി മതി തന്നെയും താന്റെയും മോളെയും പിടിച്ച് അകത്തിടാൻ. ഇപ്പൊ എങ്ങനെയുണ്ട്? തൃപ്തിയായില്ലേ അച്ഛന്? പെറ്റീഷൻ, മാങ്ങാത്തൊലി, നിർത്തടി ഒരുമ്പട്ടോളെ. ആ പുല്ലേ, ഒരുമ്പെട്ടോള് തന്റെ വീട്ടിലെ മറ്റോളായിരിക്കും. ഇങ്ങോട്ട് കയറി വരുമ്പോ തന്നെ അറിയാം താനൊക്കെ ഈ സീറ്റിൽ ഇരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾക്ക് നീതി കിട്ടാൻ പോകുന്നില്ലെന്ന്. ഒരു കീഴ്വഴക്കത്തിന് വേണ്ടി വെറുതെ വന്നു മാത്രം, ജസ്റ്റ് ഫോർ ഫോർമാലിറ്റി. എനിക്കറിയാം താനൊക്കെ മറ്റവന്റെ പാലാണെന്ന്. എന്റെ നേർക്കുയർന്ന ഈ കൈയുണ്ടല്ലോ, വെട്ടി അരിയും ഞാൻ തുടങ്ങാൻ പോവാ. മോളിന്ന് ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ, അന്ന് നീ ഉശിരുണ്ടാവണം. കാണോ CI സാറേ?